സംവിധായകൻ രഞ്ജിത്തിനെതിരെ പശ്ചിമ ബംഗാൾ നടി നൽകിയ പരാതിയിൽ അതിൽ പ്രത്യേക അന്വേഷണ സംഘം സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ജോഷി ജോസഫ് സംസാരിക്കുകയാണ് തത്സം. അതെല്ലാം മാറ്റി നമ്മൾ വളരെ ന്യൂട്രലായി എന്ത് സംഭവിച്ചു എന്ന് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞതുകൊണ്ട് ആണ് 3 മണിക്കൂർ പിടിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതിലൊരു അതായത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലൊരു പ്രശ്നമുള്ളത് എനിക്ക് പേഴ്സണലായിട്ട്, കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ ഈ സംഭവമായിട്ട് കുറച്ച് ആളുകൾക്ക് അറിയാമെങ്കിലും എനിക്കിവിടെ എന്നെ അറിയുന്നതിനേക്കാൾ ഞാൻ കൽക്കട്ടയിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എൻ്റെ ഇത് കാണാമല്ലോ അല്ലേ, കൽക്കട്ട ഫിലിംസ് എ ജോഷി ജോസഫ് ട്രിലോജി എന്ന് ഇതിനൊരു ചിദാനന്ദ ദാസ് ഗുപ്ത സെന്റിനറി അവാർഡ് കിട്ടിയ വലിയൊരു പുസ്തകമാണ്, വലിയൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ ഒരു കൊച്ചിക്കാരൻ, കൽക്കട്ടയിൽ നമ്മൾ സാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡ് ആണ്. ഞാൻ സാക്ഷിയായ എനിക്ക് 15 വർഷവും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സംഗതി, അത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ നിന്നുണ്ടായ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ ഒരു സമാധാനമുണ്ട്. അപ്പോൾ പോലീസിന് ഞാൻ ആദ്യമായി മൊഴി കൊടുത്ത കൂട്ടത്തിൽ ആദ്യമായി ഞാൻ ഈ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഈ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഞാൻ അവിടെ ഇങ്ങനെ പോയി താമസിക്കുന്ന ഒരാളല്ല. ഞാൻ അവിടെ ഒരു സാംസ്കാരിക രംഗത്ത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ആളുകളെ അവിടെ ഉള്ളവരറിയാം. ആ കൂട്ടത്തിലാണ് ഞാൻ ശ്രീലേഖ മിത്രയും അറിയാവുന്നത്. അതിന് ഇടനിലക്കാരനായി നിന്ന എനിക്ക്, കൊച്ചിക്കാരനായ എനിക്ക് ഒരു നാണക്കേടിൻ്റെ അംശം കൂടിയുണ്ട്. ഞാൻ ചെയ്ത സംഗതി അല്ലെങ്കിലും വീട്ടില് ഇപ്പോൾ ഓരോ കഥകളും പുറത്തു വരികയാണല്ലോ. മലയാളത്തിലുള്ള ഒരു മഹാനടൻ എത്രയോ നമ്പറുകൾ എത്തിച്ചേർന്നതിന് അത് എത്രയോ നമ്പറുകൾ തികച്ചപ്പോൾ തിരുവനന്തപുരത്ത് 2000 ഒരു ആഘോഷം നടത്തിയെന്ന് ഒരാൾ പറയുന്നുണ്ടായി. അപ്പോൾ ചീത്തപ്പേരുണ്ടാകുന്നത് ഇവരെല്ലാം ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് സിനിമ എന്ന രംഗത്ത് നിൽക്കുന്ന എനിക്ക് കൂടി ഇതിൻ്റെ എന്തോ ഒരു പാപഭാരം പേരേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഒരു സ്ട്രൈക്കിംഗ് ദ എന്താ പറയുക, നമ്മൾ ഇനിയൊരു അവസരം ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് തെളിയിക്കപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇത്തരം വർഷങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും അന്വേഷണ സംഘത്തിനും ഒരു പ്രതീക്ഷ ആയിട്ടുണ്ടോ? ഇതിലിപ്പോൾ ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറി ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് നമ്മളൊരു ഉണ്ടാക്കി പറയുന്നൊരു സംഗതിയാണെങ്കിൽ എനിക്ക് അന്ന് ഇത്രയും പേരോട് പറയാൻ കഴിയുമായിരുന്നില്ല. ഇത്രയും പേര് ഇപ്പോൾ എന്നെ വിളിച്ചും കൂടെ പറഞ്ഞതാണ്. ഫാദർ അഗസ്റ്റിൻ പട്ടോലി ഒഴിച്ച്. ഫാദർ അഗസ്റ്റിൻ പട്ടോലിയായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. കെ ആർ മീര, ഈ 2 പേരെല്ലാം ഞാൻ ആദ്യം ഓർത്തത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 6-7 പേര് എന്നെ വിളിക്കുകയാണ് ചെയ്തത്, ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു സംഗതി തെളിയിക്കുക. അപ്പോൾ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. അപ്പോൾ അത് ബാക്കിയുള്ള എല്ലാ നിയമത്തിന്റെയും സാങ്കേതികതയുടെയും കാര്യങ്ങളാണ്. അവരിപ്പം ഈ സമൂഹ മാധ്യമങ്ങൾ അടക്കം പിന്മാറേണ്ട അത്തരത്തിലൊരു ട്രോമ അവർ അനുഭവിക്കുന്നുണ്ട്. അതെ, അവർ കൽക്കട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽഡായിട്ട് 2 ദിവസം അവൈലബിൾ ആയി പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായും